അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ടോക്ക് ഇസ്ലാം സംഘടിപ്പിക്കുന്ന പ്രവാചകരുടെ വഴിയെ എന്നുള്ള പരിപാടിയുടെ 2ാം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ കഴിഞ്ഞ എപ്പിസോഡിൽ പ്രവാചകർ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അതിയായ വിനയത്തെപ്പറ്റി സ്വല്പം മാത്രം നമുക്ക് ചർച്ച ചെയ്യാൻ സാധിച്ചു. ഇൻഷാ അല്ലാഹ്, ഇന്ന് പ്രവാചകർ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ജീവിതത്തിൽ ദഅവത്തിനു വേണ്ടി ഉപയോഗിച്ച ഏറ്റവും വലിയൊരു ആയുധത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. പ്രവാചകർ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ക്ഷമയുടെ ഒരു ആൾരൂപം തന്നെയായിരുന്നു. ക്ഷമ എന്നുള്ള ആ ആയുധം മുറുകെ പിടിച്ചുകൊണ്ട് അദ്ദേഹം ഇസ്ലാമിനെ വളർത്തിയെടുത്തു. അദ്ദേഹത്തിൻ്റെ ക്ഷമയുടെ പല പല കഥകളും നമ്മൾ പലപ്പോഴുമായി കേട്ടിട്ടുണ്ടാകും. ഉഹദ് യുദ്ധത്തിൽ പ്രവാചകർ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിഘോരമായി പോരാടി. ശക്തമായ യുദ്ധം കാരണത്താൽ തന്നെ പ്രവാചകർ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അതിശക്തമായ മുറിവുകൾ സംഭവിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ മുൻപല്ല് പൊട്ടി, അദ്ദേഹത്തിൻ്റെ മുഖത്ത് മുറിവ് പറ്റി, അദ്ദേഹത്തിൻ്റെ തലയിൽ മുറിവ് പറ്റി. അദ്ദേഹത്തിൻ്റെ തലയിലുണ്ടായിരുന്ന, തിരുമേനിയുടെ തലയിലുണ്ടായിരുന്ന പടത്തൊപ്പിയിലെ വളയങ്ങൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് തറച്ചു കയറി. അങ്ങനെ സ്വഹാബികൾ, ഇതെല്ലാം കണ്ട് ദുഃഖിതരായ സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് കൂടി. പൗർണമിയിലെ ചന്ദ്രനേക്കാൾ സുന്ദരനായ പ്രവാചകർ തങ്ങളുടെ സുന്ദരമായ ആ വദനം ഇന്ന് ചോത്ത് രക്തമൊലിച്ച് നിൽക്കുന്നത് കണ്ട സ്വഹാബികൾക്ക് സഹിക്കാനായില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകരുടെ അടുത്ത് വന്നുകൊണ്ട് ആ കണ്ണികളും പ്രവാചകരുടെ മുഖത്ത് തറച്ചു കയറിയ ആ വളയങ്ങൾ എടുക്കാൻ ശ്രമിച്ചു. അപ്പോൾ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ തടഞ്ഞു വെച്ചുകൊണ്ട് അദ്ദേഹം വന്നുകൊണ്ട് ആ കണ്ണികളെ തൻ്റെ പല്ലുകൊണ്ടായിരുന്നു അബൂ ഉബൈദ തങ്ങൾ എടുത്തത്. കണ്ണികളെ എടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ പല്ല് പൊട്ടിപ്പോവുകയും ചെയ്തു. അത്രത്തോളം ശക്തമായ മുറിവായിരുന്നു പ്രവാചകർ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അന്ന് ദിവസം ഉണ്ടായിരുന്നു. അങ്ങനെ പ്രവാചകർ തങ്ങൾ തൻ്റെ തലയിൽ നിന്ന് ആ പടത്തുപ്പി എടുത്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ മുഖത്തുകൂടെ രക്തം വാർന്നൊലിച്ചു. അദ്ദേഹം പല പ്രാവശ്യം രക്തം തുപ്പിക്കളഞ്ഞു, വായിൽ നിന്നും തുപ്പിക്കളഞ്ഞു. ഇതെല്ലാം കണ്ട സ്വഹാബികൾ പേടിച്ചു പോയി. പ്രവാചകർ തങ്ങൾ കാഫിര്യങ്ങൾക്കെതിരായി ദുആ ചെയ്യുമോ എന്ന് സ്വഹാബികൾ പേടിച്ചു പോയി. അപ്പോൾ പ്രവാചകർ തങ്ങൾ തൻ്റെ രണ്ട് കൈകളും ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയുണ്ടായി. അല്ലാഹു മഹ്ദി ഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. എൻ്റെ സമൂഹത്തിന് നീ സന്മാർഗം കാണിച്ചു കൊടുക്കണമേ റബ്ബേ. അവർ അറിയാതെ ചെയ്തതാണ്, അറിവില്ലായ്മ കൊണ്ട് അവർ ചെയ്തു പോയതാണ് റബ്ബേ എന്ന് പ്രവാചകർ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുകയുണ്ടായി. തന്നെ ഇത്രത്തോളം മർദ്ദിച്ച ആ സമൂഹത്തിന് വേണ്ടി ഹിദായത്തിനെ തേടിയ മുത്തുനബി തങ്ങളുടെ ക്ഷമ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഒരൊറ്റ ചരിത്രം മതി അദ്ദേഹത്തിൻ്റെ ക്ഷമ എത്ര ശക്തമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ബുഖാരിയിൽ നമുക്ക് മറ്റൊരു സംഭവം കാണാൻ സാധിക്കും. ഉഹദ് യുദ്ധവേളയിൽ തന്നെ ഇങ്ങനെ മുറിവുമായി പ്രവാചകർ തങ്ങൾ ക്ഷീണിതരായിക്കൊണ്ട് ഒരു മരച്ചുവട്ടിൽ ഇരുന്നു കൊണ്ട് പ്രവാചകർ തങ്ങൾ വിശ്രമിക്കുകയായിരുന്നു. സഹിക്കാൻ വയ്യാത്ത വേദന. ആ സമയത്ത് 2 കാഫിര്യങ്ങൾ പ്രവാചകർ തങ്ങളുടെ അടുത്ത് വന്നുകൊണ്ട് പ്രവാചകരെ നോക്കി അവർ പരിഹസിച്ചു, പ്രവാചകരെ പുച്ഛിച്ചു. അവർക്ക് ചിരി വന്നു. പ്രവാചകരെ കണ്ടിട്ട്, ഈ അവസ്ഥ കണ്ടിട്ട് അവർക്ക് ചിരി വന്നു. അവർ പ്രവാചകർ തങ്ങളോട് ചോദിച്ചു, മുഹമ്മദേ, ഇപ്പോൾ എവിടെ പോയി നിൻ്റെ ജിബ്രീൽ, ഇപ്പോൾ എവിടെ പോയി നിൻ്റെ അള്ളാഹു എന്ന് നബിയെ കളിയാക്കിക്കൊണ്ട് അവർ ചോദിച്ചു. അങ്ങനെ അവർ നിലത്ത് നിന്നും ചരൽക്കല്ല് വാരിയെടുത്തുകൊണ്ട് പ്രവാചകരുടെ വ്രണങ്ങളിലേക്ക് മുഖത്തേക്ക് എറിയാൻ തുടങ്ങി. വേദനയുടെ കൂടെ, ഈ മുറിയുടെ വേദനയെ കൂടെ അടുത്തൊരു വേദന കൂടി ഇതാ പ്രവാചകർ തങ്ങൾക്ക് കടന്നു വരുന്നു. പ്രവാചകർ തങ്ങൾ തൻ്റെ കൈകൾ ഉപയോഗിച്ചുകൊണ്ട് ആ കല്ലുകളെ തടയുകയാണ് ചെയ്തത്. ഉഹദ് യുദ്ധവേളയിൽ തന്നെ പ്രവാചകർ തങ്ങൾ തൻ്റെ ഈ മുറിവുകളുമായിട്ട് ശക്തമായ വേദന കാരണം പ്രവാചകർ തങ്ങൾ വിശ്രമിക്കാൻ വേണ്ടി ഒരു മരച്ചുവട്ടിൽ പോയി ഇരിക്കുകയായിരുന്നു. ശക്തമായ വേദന. ആ അവസരത്തിൽ 2 കാഫിര്യങ്ങൾ പ്രവാചകരെ തങ്ങളുടെ അടുത്തേക്ക് വരികയുണ്ടായി. അവർ 2 പേരും പ്രവാചകരെ നോക്കി പുച്ഛിച്ചു, പ്രവാചകരെ നോക്കി ചിരിച്ച് കളിയാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, ലോകത്തിൻ്റെ നായകനെ അവർ കളിയാക്കിക്കൊണ്ട് പ്രവാചകരെ തങ്ങളോട് ചോദിച്ചു, ഇപ്പോൾ എവിടെ പോയി മുഹമ്മദേ, ഇപ്പോൾ എവിടെ പോയി നിൻ്റെ ജിബ്രീലും നിൻ്റെ അള്ളാഹുമൊക്കെ എവിടെ പോയി എന്ന് പ്രവാചകർ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നോക്കിക്കൊണ്ട് അവർ പുച്ഛിച്ചു, പരിഹസിച്ചു. എന്നിട്ട് അവർ നിലത്ത് നിന്ന് ചായൽക്കല്ലെടുത്തുകൊണ്ട് പ്രവാചകരുടെ മുഖത്തേക്ക് എറിയാൻ തുടങ്ങി. മുറിവുകളുടെ മുകളിലേക്ക് ഈ കല്ലുകൾ കൂടി വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സഹിക്കാൻ വയ്യാതെ അദ്ദേഹം തൻ്റെ 2 കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തൻ്റെ മുഖം മറച്ചുകൊണ്ട് കല്ലുകളെ തട്ടി.
അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് പ്രവാചകർ തങ്ങളോട് ചോദിച്ചു, അല്ലയോ നബിയെ, താങ്കളൊന്ന് മൂളിയാൽ മതി, താങ്കളൊന്ന് തലയാട്ടിയാൽ മതി, ഞാനിപ്പോൾ ഈ ഉഹുദിൻ്റെ 2 പർവ്വതങ്ങൾക്കിടയിൽ ഈ സമൂഹത്തെ നശിപ്പിച്ച് ഇല്ലാതാക്കാമെന്ന് പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുകയുണ്ടായി. അപ്പോൾ പ്രവാചകർ തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞൊരു മറുപടിയുണ്ട്. വേണ്ട ജിബ്രീലേ, അങ്ങനെയൊന്നും ചെയ്യരുത് ജിബ്രീലേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകർ തങ്ങൾ തൻ്റെ 2 കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വീണ്ടും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലഹും, അള്ളാഹുവേ നീ അവർക്ക് പുറത്തു കൊടുക്കണമേ, തന്നെ ഉപദ്രവിച്ചവർക്ക് പുറത്തു കൊടുക്കണമേ എന്ന് പറയണമെങ്കിൽ ആ നബിയുടെ മനസ്സിൻ്റെ, ആ നബിയുടെ ക്ഷമയുടെ ശക്തി എന്തായിരിക്കുമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മുഅ്മിനീങ്ങളെ, പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഇനിയും മറ്റ് പല സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ക്ഷമയുടെ എത്രയോ ഉദാഹരണങ്ങൾ നാം കേട്ടിട്ടുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും ക്ഷമാശീലിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ക്ഷമ എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അള്ളാഹു തന്നെ പറയുന്നു, ഇന്നമാ യുവഫസ് സാബിറൂന അജ്റുഹും ബിഗൈരി ഹിസാബ്. ക്ഷമാശീലർ അവർക്കുള്ള കൂലി ഹിസാബ് കൂടാതെ അവർക്ക് ലഭിക്കും. അവർ നേരെ സ്വർഗത്തിലേക്ക് അള്ളാഹു അവർക്ക് ടിക്കറ്റ് കൊടുത്തു വിടുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ശരീഫിൽ പറയുന്നു. പ്രവാചകർ തങ്ങൾ പറയുന്നുണ്ടല്ലോ, അസ്വബ്റു നിസ്ഫുൽ ഈമാൻ, ഈമാനിൻ്റെ പകുതിയാണ് ക്ഷമ എന്ന് പ്രവാചകർ തങ്ങൾ പറഞ്ഞുവെങ്കിൽ നാം എന്തായാലും നമ്മുടെ ജീവിതത്തിൽ ക്ഷമയെ മുറുകെ പിടിച്ച് ജീവിക്കണം. ജീവിതത്തിൻ്റെ ഓരോ ശക്തമായ കടമ്പകളെയും ക്ഷമിച്ച് സഹിച്ച് തരണം ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ക്ഷമാശീലിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.